യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ കേസ് ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നു. മലയാളിയായ മുസ്ലിം പണ്ഡിതൻ AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു പേര് ഈ വിഷയത്തിലേക്ക് കയറി വരുന്നു. അത് താൻ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ പോപ്പുലറായ ഇവാഞ്ചലിസ്റ്റ് ആണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആന്ധ്ര സ്വദേശിയായ പാസ്റ്റർ KA പോളിൽ നിന്നാണ്. അദ്ദേഹം യമനിലെ സനയിൽ നിന്ന് ഒരു വീഡിയോ തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ പ്രസിദ്ധീകരിക്കുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഈ വാർത്തയ്ക്കൊരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രത്യാശ നിറഞ്ഞതുമായ വാക്കുകളാണ് KA പോളിലൂടെ ലോകം അറിഞ്ഞത്. അത് ശരിയായിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എല്ലാവരെയും, മാധ്യമങ്ങളെയും ജനങ്ങളെയും എല്ലാം അമ്പരപ്പിച്ചുകൊണ്ടുള്ള ഈ വാർത്ത, ഈ അവകാശവാദം പുറത്തേക്ക് വിട്ട ഈ ഇവാഞ്ചലിസ്റ്റ് KA പോൾ ആരാണ്? ഇദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റ് ആണോ, ഒരു പൊളിറ്റീഷ്യൻ ആണോ, ഒരു ഹ്യൂമാനിറ്റേറിയൻ ആണോ, അതോ വെറുതെ അവകാശവാദങ്ങൾ ഉയർത്തുന്ന ഒരു എട്ടുകാലി മമ്മൂഞ്ഞാണോ? ഇതാണ് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത്. നിമിഷപ്രിയ കേസിന്റെ സ്പോട്ട്ലൈറ്റിലേക്ക് കയറി വന്നു നിൽക്കുന്ന KA പോളിന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങളെക്കുറിച്ചും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെക്കുറിച്ചും നമുക്ക് പരിശോധിക്കാം. ആന്ധ്രാപ്രദേശിലെ ചിത്തിവലസ എന്ന ചെറിയ ഗ്രാമത്തിൽ 1963 സെപ്റ്റംബർ 25 ജനിച്ച കിലാരി ആനന്ദ് പോൾ എന്ന KA പോളിന്റെ ജീവിതം ഒരു അസാധാരണ ജീവിതമാണ്. ഒരു സാധാരണക്കാരനിൽ നിന്ന് അസാധാരണമായ ജീവിതത്തിലേക്ക് വന്ന ഒരു മനുഷ്യന്റെ കഥ. ഹൈന്ദവ കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചു വളർത്തപ്പെട്ടത്. മാതാപിതാക്കൾ 1966 അതായത് ഇദ്ദേഹം ജനിച്ച ചില വർഷങ്ങൾക്കകം ക്രിസ്തുമതം സ്വീകരിച്ചു. 8ാം വയസ്സിൽ KA പോളും ക്രിസ്ത്യാനിയായി മാറി. 19ാം വയസ്സിൽ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് അദ്ദേഹം കടന്നുവെന്ന് അവകാശപ്പെടുന്നു. പിതാവ് ബർന്നബാസിനോടൊപ്പം ഇന്ത്യയിലെ 100 കണക്കിന് ഗ്രാമങ്ങളിൽ, തെരുവുകളിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ മിനിസ്ട്രിക്ക് തുടക്കമിടുന്നത്. 1981 ഇന്റർമീഡിയറ്റ് പരീക്ഷ പാസ്സായെങ്കിലും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ബിരുദ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. പിന്നീട് കാനഡയിലെ ലിവിംഗ് വേർഡ് ബൈബിൾ കോളേജിൽ ദൈവശാസ്ത്രം പഠിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം സ്ഥാപിച്ച അമേരിക്കൻ ആസ്ഥാനമായുള്ള സംഘടനകളാണ് ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവും ഗോസ്പൽ ടു ദ അൺറീച്ച്ഡ് മില്യൻസ് എന്ന സംഘടനയും. ഹ്യൂമാനിറ്റേറിയൻ പ്രവർത്തനങ്ങളിലൂടെയും പീസ് ഇനിഷ്യേറ്റീവുകളിലൂടെയും ലോക ശ്രദ്ധ നേടാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഹൈദരാബാദിലെ ചാരിറ്റി സിറ്റി പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഓർഫനേജുകൾ പ്രസിദ്ധമാണ്. മാത്രവുമല്ല, അതൊക്കെയായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളും ആരോപണങ്ങളും കേസുകളും ഒക്കെ ഇതിൻ്റെ പുറകെ ഉണ്ടായിട്ടുമുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന് സ്വന്തമായി സ്വകാര്യമായ ഉപയോഗത്തിന് വേണ്ടി ബോയിങ് 747 എന്ന എയർപ്ലെയിൻ സ്വന്തമായി ഉണ്ട്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സുവിശേഷകന് സ്വന്തമായി എയർപ്ലെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും കൂടി അവകാശിയായിട്ടുള്ള മനുഷ്യനാണ് പാസ്റ്റർ KA പോൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗ്ലോബൽ പീസ് 1 എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചാരിറ്റി ഓർഗനൈസേഷനിലേക്ക് ലഭിച്ച സംഭാവനകൾ ഉപയോഗിച്ചാണ് ബോയിങ്ങിൻ്റെ ഈ ഫ്ലൈറ്റ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ആഗോളതലത്തിലുള്ള സ്വാധീനത്തിൻ്റെ പ്രതീകമായാണ് ജനം കാണുന്നതും മനസ്സിലാക്കുന്നതും. 156-ലധികം രാജ്യങ്ങളിൽ സഞ്ചരിച്ചുവെന്നും ചാൾസ് ടൈലർ അടക്കമുള്ള 100-ലധികം ലോക നേതാക്കളുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും ഇദ്ദേഹം അവകാശപ്പെടുന്നു. അൽ ഖൈദ വിന്നിങ്, അമേരിക്ക ലൂസിങ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. അത് കൂടാതെയും മറ്റു പല പുസ്തകങ്ങളും അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഗ്ലോബൽ പ്രസൻസിനൊപ്പം തന്നെ നിരവധി വിവാദങ്ങളും അദ്ദേഹത്തിൻ്റെ നിഴലായി കൂടെ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. KA പോളിൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന ഏടാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് എന്നുള്ളത്.
2008 അദ്ദേഹം സ്വന്തമായി ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്തത്. ആ പാർട്ടിയുടെ പേര് പ്രജാശാന്തി പാർട്ടി എന്നാണ്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന YS രാജശേഖർ റെഡ്ഡിയുമായിട്ടുള്ള തർക്കങ്ങളെ തുടർന്നാണ് അദ്ദേഹം സ്വന്തം നിലയിൽ ഒരു പാർട്ടി രൂപീകരിച്ചത്. ഈ പാർട്ടിക്ക് പക്ഷെ കാര്യമായ രാഷ്ട്രീയ ഇടപെടലുകളൊന്നും നടത്തുവാൻ സാധിച്ചിട്ടില്ല. പല തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിന്നു. എന്നാൽ ഒരു തിരഞ്ഞെടുപ്പിൽ പോലും 10,000-ലധികം വോട്ട് നേടുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹം തൻ്റെ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതും വൈരുദ്ധ്യമായി നമുക്ക് തോന്നിയേക്കാം. ഏതായാലും വിവാദങ്ങളുടെ നായകനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതം പല മേഖലകളിൽ വിവാദപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. 2019 തിരഞ്ഞെടുപ്പിന് അദ്ദേഹം സബ്മിറ്റ് ചെയ്തിരിക്കുന്ന അഫിഡവിറ്റ് അനുസരിച്ച് അദ്ദേഹത്തിനെതിരെ 6 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്നും വ്യക്തമാകുന്നു. മുൻ മുഖ്യമന്ത്രിയായ രാജശേഖർ റെഡ്ഡിയുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളെ തുടർന്നാണ് ഈ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. രാജശേഖർ റെഡ്ഡി തൻ്റെ മരുമകനായ സുവിശേഷകനെ ഉപയോഗിച്ച് KA പോളിനെ ഒതുക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിന്നിരുന്നു ആ കാലഘട്ടത്തിൽ. ആന്ധ്രയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളായ ചന്ദ്രബാബു നായിഡു, ജഗൻമോഹൻ റെഡ്ഡി, പവൻ കല്യാൺ തുടങ്ങിയ എല്ലാവരുമായി വളരെ അടുത്ത ബന്ധം ഇദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്തിലെ നിരവധി പ്രമുഖ വ്യക്തികളോടൊന്നിച്ച് ഡിന്നർ കഴിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ തൊട്ടടുത്ത കസേരയിലിരുന്ന് അദ്ദേഹം ഡിന്നർ കഴിക്കുന്ന ചിത്രം വരെ നമുക്ക് ലഭ്യമാണ്. അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ പലതും വെരിഫൈ ചെയ്യപ്പെടാത്തതാണെങ്കിൽ പോലും നമുക്ക് അദ്ദേഹം പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ട് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. സ്റ്റുഡൻറ് വിസയ്ക്കെതിരെ ട്രംപ് കഠിനമായ തീരുമാനങ്ങൾ എടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി മോദിജിയോട് സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തരുതെന്ന് താൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻ ഖാനോട് അഭിനന്ദൻ വർത്തമാൻ എന്ന ഇന്ത്യൻ സൈനികനെ വിട്ടയക്കണമെന്ന് സംസാരിച്ചു എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഇറാഖിലും ലൈബീരിയയിലും സമാധാനം കൊണ്ടുവന്നതിൽ തൻ്റെ ഇടപെടലുകൾ ഉണ്ടെന്നും ഉക്രൈൻ ആക്രമണം നിർത്തുവാൻ പുടിനോട് പലതവണ ആവശ്യപ്പെട്ടു എന്നുമൊക്കെ അദ്ദേഹം അവകാശവാദമായി പറയുന്നു. എന്നാൽ സമീപകാലത്ത് ടക്കർ കോൾസനുമായും ഡൊണാൾഡ് ട്രംപ് ജൂനിയറുമായി ഇദ്ദേഹത്തിനുള്ള ബന്ധങ്ങളെക്കുറിച്ചും വലിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വീഡിയോയും നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഇലോൺ മസ്കുമായി ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ വിശാലമായ ഒരു അന്തർദേശീയ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വേണം ഡോക്ടർ KA പോൾ എന്ന ഈ സ്വയം പ്രഖ്യാപിത സുവിശേഷകൻ നിമിഷപ്രിയ കേസിൽ വളരെ ടൈംലി ആയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇന്ത്യൻ ഡിപ്ലോമസിക്കും പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ ഓർഗനൈസേഷനുകൾക്കും അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അവകാശവാദം ശരിയാണെങ്കിൽ അത് ഈ വിഷയത്തിലുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയായി മാറുമെന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് ഇതുവരെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുൻ അവകാശവാദങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ വീണ്ടും ഉയർത്തിവിടുവാനും അദ്ദേഹം ലൈംലൈറ്റിൽ നിൽക്കുവാനുമൊക്കെ ഇത് കാരണമായിരിക്കുന്നു എന്നുള്ളതിനും സംശയമില്ല. ഇപ്പോൾ നമുക്കറിയാവുന്ന ഏക കാര്യം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതായി സ്ഥിരീകരിച്ചു കൊണ്ടുള്ള വാർത്താക്കുറിപ്പാണ്. അത് ആശ്വാസകരമാണ്. എന്നാൽ വധശിക്ഷ പൂർണ്ണമായി ക്യാൻസൽ ചെയ്തു എന്ന തരത്തിലുള്ള KA പോളിൻ്റെ ക്ലെയിമിനെ കുറിച്ച് ഇതുവരെ കൃത്യമായ ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. ഒരു ആക്ടിവിസ്റ്റ് KA പോളിൻ്റെ ക്ലെയിമിനെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്ലഡ് മണി സംബന്ധിച്ച നെഗോസിയേഷനുകളും മോചന ശ്രമങ്ങളും ഇപ്പോഴും തുടരുന്നതായാണ് മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മരിച്ചയാളുടെ കുടുംബം ബ്ലഡ് മണി നിരസിച്ചുവെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ KA പോളിൻ്റെ ക്ലെയിം കൂടുതൽ സങ്കീർണതകൾ ഉണ്ടായിരിക്കുന്നു, ദുരൂഹതകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതൊരു സ്ട്രാറ്റജിക് മൂവ് ആണോ? ഈ കേസിലൂടെ കൂടുതൽ ശ്രദ്ധ നേടാനും ഒരു പീസ് മേക്കർ എന്ന തൻ്റെ ഇമേജ് ഊട്ടി ഉറപ്പിക്കുവാനും വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതെന്ന് സംശയിക്കുന്നവരുമുണ്ട്. എന്തായാലും ഡോക്ടർ KA പോൾ ഒരു പ്രഹേളികയായി തുടരുകയാണ്. ഡോക്ടർ KA പോളിൻ്റെ ജീവിതം കരിസ്മാറ്റിക് ലീഡർഷിപ്പിൻ്റെയും അവകാശവാദങ്ങളുടെയും വിവാദങ്ങളുടെയും സങ്കീർണമായൊരു മിശ്രിതമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.
ഇപ്പോൾ നിമിഷപ്രിയ കേസിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഈ കാര്യങ്ങൾ വീണ്ടും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒരു വിവാദ നായകനായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കെ എ പോളിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടരുമ്പോൾ നിമിഷപ്രിയയുടെ ഭാവിയും അനിശ്ചിതത്വത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ ഇപ്പോഴും സജീവമാണ്. ഓരോ ദിവസവും പ്രതീക്ഷയും വെല്ലുവിളികളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പുതിയ കഥകൾ ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കുന്നു. നിമിഷപ്രിയയുമായി നേരിട്ട് വീഡിയോ കോൺഫറൻസിൽ അഭിമുഖ സംഭാഷണം നടത്തിയത് ഒരേ ഒരു വ്യക്തിയാണ്, ഒരേ ഒരു മാധ്യമ പ്രവർത്തകനാണ്. അത് ഹാലലിയ എഡിറ്റോറിയൽ ബോർഡിൽ ഉൾപ്പെട്ട മുൻപ് മലയാള മനോരമയിലെ റിപ്പോർട്ടറായിരുന്ന CBM വർഗീസാണ്. അദ്ദേഹവുമായി ഹാലലിയ നടത്തിയ അഭിമുഖത്തിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ കാണുക.